Today we are discussing the fundamental theorem of calculus. Fundamental theorem of calculus എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. Fundamental theorem of calculus. Theorem 1 എന്ന് പറയുന്നത് suppose that the function f is differentiable everywhere on closed interval ab. Closed interval ab യിൽ function differentiable ആണ് and that f dash is integrable on closed interval ab. അതായത് f ന്റെ ഡെറിവേറ്റീവ് f dash capital F ന്റെ ഡെറിവേറ്റീവ് f dash is integrable on closed interval ab. Then integral f dash of x dx a to b, limit a to b f dash of x dx is actually equal to f of b minus f of a. കാരണം എന്താണ്, ഡെറിവേറ്റീവും ഇൻ്റഗ്രലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആയിട്ടാണ് റിലേറ്റ് ചെയ്യുക. അതായത് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എന്ന് പറയുന്നത് എഫ് തന്നെയാണ്, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എന്ന് പറയുന്നത് എഫ് തന്നെയാണ്. അതുകൊണ്ടാണ് ആക്ച്വലി ഇങ്ങനെ വരുന്നത്. എന്നിട്ട് നേരെ ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുക. ഇൻ അതർ വേർഡ്സ്, ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, എഫ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് എഫ് ഈസ് ദി എനി ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ്, അതായത് ഒരു സ്മോൾ എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനും അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ്റഗ്രൽ എടുക്കുന്നതാണ് ആൻറ്റി ഡെറിവേറ്റീവ്. എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് എഫ്, അതാണ് ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതാണ് എന്ത്, എഫ് എന്നുണ്ടെങ്കിൽ ദെൻ ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ആക്ച്വലി ആൻറ്റി ഡെറിവേറ്റീവ്. അതാണ് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതെന്താവുന്നു, ആക്ച്വലി അത് എന്ന് പറയുന്നത് എഫ് തന്നെയാണ്, ക്യാപിറ്റൽ എഫ് തന്നെയാണ്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ജസ്റ്റ് ലിമിറ്റ് കൊടുക്കുന്നു എന്നുള്ളത്. ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ആക്ച്വലി എഫ് ആണ് എങ്കിൽ അതിൻ്റെ ലിമിറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത്. അതായത് ഒരു എഫ് എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് നമുക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം എന്നതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. നൊട്ടേഷൻ ഫോർ ദി ഫണ്ടമെൻ്റൽ തിയറം. ദ യൂഷ്വൽ നൊട്ടേഷൻ ഫോർ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതാണ്. അത് നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് എക്സ് ഫ്രം എ ടു ബി, എഫ് ഓഫ് എക്സ് ഫ്രം എ ടു ബി, ആൻറ്റി ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് ഫ്രം എ ടു ബി, ഇങ്ങനെയൊക്കെ നൊട്ടേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതായത് സ്മോൾ എഫ് ഓഫ് എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താകും, നമ്മൾ ആ നൊട്ടേഷൻ വെച്ചിട്ട് നമ്മളത് എഴുതുന്നു എന്നുള്ളത്. ജസ്റ്റ് നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇൻ്റഗ്രൽ 0 to π 1 plus cos x dx, ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് വാട്ട് ഈസ് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് 1 plus cos x. സാധാ ഇൻ്റഗ്രൽ എടുക്കുക. ഇൻ്റഗ്രൽ ഓഫ് വണ്ണിൻ്റെ ഇൻ്റഗ്രൽ ഓഫ് 1 എന്ന് പറയുന്നത് എക്സും ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സും, ദാറ്റ് ഈസ് എക്സ് പ്ലസ് സൈൻ എക്സ്. എന്നിട്ട് എന്ത് കൊടുക്കുന്നു, ലിമിറ്റ് കൊടുക്കുന്നു. ഇതെന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്നു, സാധാ ഇൻ്റഗ്രൽ, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് 1 എന്ന് പറയുന്നത് എക്സും ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സും. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആക്ച്വലി ഈ വാല്യൂ. ഇതാണ് ആക്ച്വലി എന്ത്, എഫ് ഓഫ് ബി, എഫ് ഓഫ് ദി അപ്പർ ലിമിറ്റ്, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ, ദാറ്റ് ഈസ് എഫ് ഓഫ് പൈ പ്ലസ് സൈൻ പൈ മൈനസ് 0 പ്ലസ് സൈൻ 0 എന്ന് കിട്ടും. ഇനി അടുത്തത് സീക്ക് എക്സ് ടാൻ എക്സ്. വാട്ട് ഈസ് സീക്ക് എക്സ് ടാൻ എക്സ്? സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സീക്ക് എക്സ് ആയിരിക്കും. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ആക്ച്വലി ഇത്. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സീക്ക് എക്സ് ആയിരിക്കും. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതായത് സീക്ക് 0 മൈനസ് സീക്ക് മൈനസ് പൈ ബൈ 4, ദാറ്റ് ഈസ് എഫ് ഓഫ് 0 മൈനസ് എഫ് ഓഫ് മൈനസ് പൈ ബൈ 4. അടുത്ത സീക്ക് സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് മൈനസ് കോട്ടെക്സ്. അതുപോലെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ചെയ്യുന്നു. നാലാമത്തെ സെക്ഷനിൽ വരുന്നത് ഇൻ്റഗ്രൽ 1 to 4 3/2 റൂട്ട് എക്സ് മൈനസ് 4/x² dx. ദെൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇതിൻ്റെ ഇൻ്റഗ്രൽ സാധാരണ നമ്മൾ കണ്ടുപിടിക്കുക, എക്സ് റേസ് ടു 1/2 ദാറ്റ് ഈസ് ഇൻറ്റു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എക്സ് റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എക്സ് റേസ് ടു 1/2 പ്ലസ് 1, ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു n+1/n+1 ആണ്. അതും പ്രകാരം എക്സ് റേസ് ടു 3/2
by 3 by 2. 3 by 2 3 by 2 cancel ആയി. അപ്പോൾ എക്സ് റേസ് ടു 3 by 2. 4 by x സ്ക്വയറിൻ്റെ എന്ന് പറയുന്നത് 4 by x പ്ലസ് 4 by x മൈനസ് മാറിയിട്ട് 4 പ്ലസ് 4 by x ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അപ്പർ ലിമിറ്റ്സ്, ഈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ആക്ച്വലി ഈ വാല്യൂ കിട്ടുന്നു. 8 + 1 - 5 എന്ന് പറയുന്നത് 4 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ആക്ച്വലി എന്ത് ചെയ്യുന്ന, ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലെ ഫംഗ്ഷൻ്റെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഇൻ്റഗ്രൽ കണ്ടുപിടിച്ച് ആ ഫംഗ്ഷൻ തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ആക്ച്വലി ഇവിടെ ലിമിറ്റ് കാണുന്ന ആ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. എന്താണോ ഈ ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് അത് എന്ത് ചെയ്യുക, ജസ്റ്റ് ലിമിറ്റിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് ഇൻ്റഗ്രൽ a to b x dx, ഇൻ്റഗ്രൽ a to b x dx, എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ആക്ച്വലി എന്ത്, x²/2. അതെന്ത് ചെയ്യുന്നു, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു a to b, ദാറ്റ് ഈസ് b²/2 മൈനസ് a²/2. ബിക്കോസ് x²/2 ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് x. ഒരു ആൻറ്റി ഡെറിവേറ്റീവ് അതാണ്. സിമിലർലി അതേപോലെ തന്നെ ഇൻ്റഗ്രൽ a to b x² dx, x² dx എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ദാറ്റ് ഈസ് നമുക്കറിയാം x³/3 ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ, ഇനി എന്ത് ചെയ്യുക, a to b ദാറ്റ് ഈസ് b³/3 മൈനസ് a³/3, b³/3 മൈനസ് a³/3, ബിക്കോസ് x³/3 ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് x². അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് x² എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് ദാറ്റ് the function f is differentiable everywhere on closed interval a b and that f is equal to f dash is integrable on a b. ഇൻ്റഗ്രബിൾ ആണ്, അതായത് എഫ് എന്ന് പറയുന്നത് എഫ് ഈ സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ആണല്ലോ. ആൻഡ് ഇത് ഇൻ്റഗ്രബിളും ആണ് എന്നിരിക്കട്ടെ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്കെന്ത് കണ്ടുപിടിക്കണം, ഫണ്ടമെൻ്റൽ തിയറം വെച്ച് ഈ ഇൻ്റഗ്രൽ ഓഫ് എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് ഫംഗ്ഷൻസ് കിട്ടും. നമ്മൾ നേരത്തെ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുക. ജി ബി എനി സ്റ്റെപ്പ് ഫംഗ്ഷൻ ബിലോ എഫ്, നമുക്കറിയാം ബിലോ എഫിൻ്റെ താഴെയുള്ള കുറേ സ്റ്റെപ്പ് ഫംഗ്ഷൻസും നമ്മൾ എടുക്കുന്നു, എഫിന് മേലെയുള്ള കുറേ സ്റ്റെപ്പ് ഫംഗ്ഷൻസും എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, താഴെയുള്ളതിൻ്റെ ഏറ്റവും മാക്സിമം, ബിലോ ഉള്ളതിൻ്റെ ഏറ്റവും മാക്സിമവും എബവ് ഉള്ളതിൻ്റെ ഏറ്റവും മിനിമവും കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് എഫ് ഇൻ്റഗ്രബിൾ ആണെന്ന് പറയുക. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതും പ്രകാരമാണ് ഇവിടുത്തെ പ്രൂഫ് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, a to b ജി സ്റ്റെപ്പ് ഫംഗ്ഷൻ ലൈങ് ബിലോ ആണ് പാർട്ടീഷൻ ആക്കുന്നു. a to bനെ x0 x1 xn ഓഫ് എ ബി എന്ന് പറഞ്ഞ് പാർട്ടീഷൻ ആക്കുന്നു. x0 എന്ന് പറയുന്നത് a ആണ്, xn എന്ന് പറയുന്നത് b ആണ്. സച്ച് ദാറ്റ് g of x is equal to ki for every ki less than or equal to f of x for all, അതായത് ഈ xi - 1 xi എന്ന് പറഞ്ഞ ഇൻ്റർവെൽ, ഈ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽ അവിടെ വാല്യൂ എന്ന് പറയുന്നത് കെ ഐ ആണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഈ ഒരു i-1 i ഇൻ്റർവെല്ലിൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ ഐ ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അതായത് എഫ് ഓഫ് എക്സിനെ താഴെ വരണം. അതുകൊണ്ടാണ് എഫ് ഓഫ് എക്സിൻ്റെ എല്ലാ വാല്യൂസിനെക്കാട്ടും ചെറുതായിരിക്കണം കെ ഐ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ആക്ച്വലി എന്ത് വരുന്നത്, കെ ഐ എന്ന് വരുന്നത്. ദെൻ നമുക്കറിയാം എന്താണ് ലോവർ സം. ലോവർ സം ഈസ് ആക്ച്വലി ഈക്വൽ ടു എൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b g of x dx എന്ന് പറയുന്ന ലോവർ സം എന്ന് പറയുന്നത് സിഗ്മ ഈക്വൽ ടു 1 to n ki ഡെൽറ്റ എക്സ് ഐ, കെ ഐ ഡെൽറ്റ എക്സ് ഐ. ഡെൽറ്റ എക്സ് ഐ എന്ന് പറഞ്ഞാൽ xi മൈനസ് xi മൈനസ് 1, കെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിലെ പോയിന്റ്, ഡെൽറ്റ എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് ആയിട്ടും വരും, കെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ആയിട്ടും വരും. അപ്പോൾ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ഏരിയ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പാർട്ടീഷൻസിലെ എല്ലാ എലമെൻറ്റ്സും നമ്മൾ എടുക്കണം. എല്ലാ പോയിൻറ്റ്സും എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം എല്ലാ പോയിൻറ്റ്സിലെയും കെ ഐസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലോവർ സം കിട്ടി. ഇനി വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 സിൻസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ xi - 1 xi. എഫ് ഡിഫറൻഷ്യബിൾ ആണ്, എഫിൻ്റെ ഡിഫറൻഷ്യബിളും ആണ്. എഫ് ഡാഷ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, സ്മോൾ എഫ് ആണ്. എഫ് ഡാഷ് ഇസ് ആക്ച്വലി ഈക്വൽ ടു സ്മോൾ എഫ് നമുക്കറിയാം. ആൻഡ് സ്മോൾ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടേം എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 ഡിവൈഡഡ് ബൈ xi മൈനസ് xi മൈനസ് 1. ഈ ആക്ച്വലി ഇതെന്താണ്, സ്ലോപ്പാണ്. എഫ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് വൈ ആക്സിൽ ഒരു പോയിന്റ്, എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 വൈ ആക്സിൽ ഒരു പോയിന്റ്. അപ്പോൾ
y2 minus y1 divided by നമ്മൾ ആ പർട്ടിക്കുലർ ഇൻ്റർവൽ xi minus xi minus 1. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റഡ് ടു ഡെറിവേറ്റീവ് ഓർ സംടൈംസ് ഇറ്റ് മേ ബി ഈക്വൽ ടു ഡെറിവേറ്റീവ്. ഇത് എഫ് ഡാഷ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നോക്കൂ, ഇതൊരു സ്ലോപ്പായിട്ടാണ് വരുന്നത്, സ്ലോപ്പിൻ്റെ ഫോമിലാണ് ഇത് വരുന്നത്. ദാറ്റ് ഈസ് ഇതൊരു സ്ലോപ്പ് ഫോമാണ്, എഫ് ഡാഷ് ആയിട്ട് വരുന്നു. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എഫ് ഡാഷ്, വാട്ട് ഈസ് എഫ് ഡാഷ്? എഫ് ഡാഷ് ഈസ് ആക്ച്വലി എഫ് ആൻഡ് കെ ഐ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. അപ്പോൾ നമുക്ക് കെ ഐനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. സിൻസ് ദിസ് ടേം ഈസ് ആക്ച്വലി ഈക്വൽ ടു സ്മോൾ എഫ് ഓർ ദിസ് ടേം ഈസ് ആക്ച്വലി ഈക്വൽ ടു എഫ് ഡാഷ്. കാരണം ഇത് ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എഫ് തന്നെയാണ്. അപ്പോൾ കെ ഐ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ്, എഫ് ഓഫ് എക്സ് ആണ്. സോ ദെൻ അപ്പോൾ ഈ കെ ഐ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെയാണെന്ന് കിട്ടി. ഈ കെ ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ആണ്. ദാറ്റ് ഈസ് കെ ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. ദെൻ എക്സ് ഐ മൈനസ് 1 മൈനസ് എക്സ് ഐ മൈനസ് 1 എക്സ് ഐ മൈനസ് 1 എന്തായി? ക്യാൻസൽ ചെയ്ത് പോയി. കെ ഐ രണ്ട് വശം ഡെൽറ്റ എക്സ് ഐ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. അപ്പോൾ ഡിനോമിനേറ്ററും കൂടി ക്യാൻസൽ ചെയ്ത് പോയി. എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 കൊണ്ട് ക്യാൻസൽ ചെയ്യാണ്. കാരണം എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ പാർട്ടീഷൻ പ്രകാരം പോസിറ്റീവാണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഇത് ക്യാൻസൽ ചെയ്ത് പോയി. എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1. ദെൻ എൽ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇതിൻ്റെ ഒക്കെ സമ്മാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്? സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n കെ ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. കെ ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നതാണ് ആക്ച്വലി ഇത്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1. ഇത് ഡയറക്റ്റ് സമ്മിലേക്ക് മാറുന്നു. ജസ്റ്റ് ഇവിടെ ഡെൽറ്റ എക്സ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കെ ഐ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. ഇവിടെ ഈ ഒരു ഇനിക്വാലിറ്റി ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 പോസിറ്റീവ് ആയതുകൊണ്ട് ഇനിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 ആ ഫോമിലേക്ക് വന്നു. ഇനി ഇതിൻ്റെ സമ്മേഷൻ എടുക്കുക. ഇതിൻ്റെ സമ്മേഷൻ എടുക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? ഫസ്റ്റ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ്, എക്സ് എൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ബി ആണ്. ഇത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ആക്ച്വലി നമുക്കറിയാം ടെലിസ്കോപ്പിംഗ് റൂൾ. അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൺ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ. അപ്പോൾ ഫസ്റ്റ് ടേം മൈനസ് എഫ് ഓഫ് എക്സ് വണ്ണും സ്റ്റാർട്ടിങ്ങിലെ പോസിറ്റീവ് എഫ് ഓഫ് എക്സ് വണ്ണും ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ടെലിസ്കോപ്പിംഗ് സം. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. വി നോ ദാറ്റ് എക്സ് എൻ ഈസ് ആക്ച്വലി ഈക്വൽ ടു ബി ആൻഡ് എക്സ് നോട്ട് ഈസ് ആക്ച്വലി ഈക്വൽ ടു എ. Therefore എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലോവർ സം എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് കിട്ടി. ഇനി അപ്പർ സം ഇതേപോലെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പർ സം ഇതേപോലെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതും ഈ എല്ലിൻ്റെയും എസിൻ്റെയും നടുക്കാണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് എച്ച് ബി എനി സ്റ്റെപ്പ് ഫംഗ്ഷൻ എബോവ് എഫ് ഓഫ്, അതായത് എഫ് ഓഫ് എക്സിനെക്കാട്ടും വലിയ ഒരു എച്ച് എടുക്കുന്നു. സിൻസ് എച്ച് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ എബോവ് എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ അവിടെ എന്താക്കുന്നു? ഒരു പാർട്ടീഷൻ കൺസിഡർ ചെയ്യുന്നു. എ ഈസ് ഈക്വൽ ടു വൈ നോട്ട് വൈ വൺ സിക്സ്ട്രാ വൈ എൻ ഈസ് ഈക്വൽ ടു ബി. വൈ നോട്ട് എന്ന് പറയുന്നത് എ ആണ്, വൈ എൻ എന്ന് പറയുന്നത് ബി ആണ്. ആൻഡ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം ഐ. ഈ വൈ ഐ മൈനസ് വൺ വൈ ഐ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എം ഐ ആണ്. അത് അവിടെ എന്തായിരിക്കണം? എഫ് ഓഫ് എക്സിനെക്കാട്ടും വലുതായിരിക്കണം. കാരണം എഫ് ഓഫ് എക്സിന് മേലെയാണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലോവർ സം അപ്പർ സം കണ്ടുപിടിക്കാം. എബോവ് ആണ് അപ്പർ സം എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ എ ടു ബി എച്ച് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എം ഐ ഇൻറ്റു ഡെൽറ്റ വൈ. എം ഐ ഇൻറ്റു ഡെൽറ്റ വൈ. നമുക്കറിയാം എഫ് ഡാഷ് എന്ന് പറയുന്നത് സ്ലോപ്പ്. സെയിം സ്റ്റെപ്പ് നമ്മളോട് യൂസ് ചെയ്യുന്നു. സ്ലോപ്പ് എഫ് ഓഫ് വൈ ഐ മൈനസ് എഫ് ഓഫ് വൈ ഐ മൈനസ് 1 ബൈ വൈ ഐ മൈനസ് 1 എന്ന് പറയുന്നത് സ്ലോപ്പാണ്. വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയുന്ന ഫോമിൽ തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ സ്ലോപ്പ് എഫ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ് ആണ്. നമ്മൾ ഓൾറെഡി തിയറത്തിൽ പറഞ്ഞു. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഐ. സിമിലർ സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എഫ് ഓഫ് വൈ ഐ മൈനസ് എഫ് ഓഫ് വൈ ഐ മൈനസ് 1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഐ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ഐ മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഐ ഇൻറ്റു ഡെൽറ്റ വൈ ഐ. കാരണം എന്താണ്? വൈ ഐ മൈനസ് വൈ ഐ മൈനസ് 1 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയാണ്. ജസ്റ്റ്
y i minus 1 രണ്ട് ഭാഗത്ത് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് ചെയ്തു, ഈ ടേമും നോമിനേറ്ററിലെ ടേമും ക്യാൻസൽ ചെയ്തു പോകും. mi×yi−yi−1 എന്ന് പറഞ്ഞ ഫോം വന്നു. ദാറ്റ് ഈസ് ആക്ച്വലി mi×Δyi. ഇനി നമ്മൾ എന്തെടുക്കുന്നു, സമ്മേഷൻ എടുക്കുന്നു. സിഗ്മ = 1 to n f(yi−f(yi−1) ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ = 1 to n mi×Δyi. ദാറ്റ് ഈസ് ദി അപ്പർ സം. നമുക്കറിയാം ടെലിസ്കോപ്പിംഗ് ദ റൂൾ പ്രകാരം f(yn - f(y0) എന്ന് പറയുന്നതാണ് ഇത് ആക്ച്വലി വരിക. ബാക്കി എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു f(b - f(a).